ഹലോ ഞാൻ സഹല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മോർണിംഗ് റൂട്ടീൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലുള്ള എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗ് റൂട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കൂടെയാണ് റീസൺ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചു, ബെഡ് ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ വന്നുകൊണ്ട് തന്നെ അധികം എന്താ പറയുക, കുറേ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫ്രഷ്നപ്പ് ആവണമല്ലോ, സോ ബ്രഷെല്ലാം ചെയ്ത് പിന്നെ ഒരു ഫേസ് വാഷ് കൂടെ ചെയ്തിട്ടാണ് ഫ്രഷ്നപ്പ് ആവുന്നത്. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി ഞാനിത് ചെയ്യാറുണ്ട്, ഒരിക്കലും മുടക്കാറില്ല. കാരണം ഞാനൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മേഘാലയയിലോട്ട്. അപ്പോൾ അതിൻ്റെ ശേഷം തൊട്ട് ഞാൻ ആകെ ടാൻ അടിച്ച് ഒരു പിഗ്മെൻറ്റേഷനൊക്കെ വന്ന് ആകെ ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ സ്കിൻ കെയർ മുടക്കാറില്ല. പിന്നെ ഞാനൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബുൾസയൊക്കെയാണ് ചെയ്തത്, പക്ഷെ അത് എടുത്തപ്പോൾ ബുൾസയൊന്നും ആയി പോയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ വെക്കേഷനിലായതുകൊണ്ടും അതുപോലെ വീട്ടിലായതുകൊണ്ടും എന്താ പറയുക, ഭയങ്കര സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് സ്ലോ മോർണിംഗ്സാണ് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ചെയ്യുന്ന മോർണിംഗ്സിനേക്കാളും ഇഷ്ടം. അപ്പോൾ എല്ലാ കാര്യം ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കോളേജിലൊന്നും പോയി അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. സോ യാ, അപ്പം ഞാനെന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ജാപ്പനീസ് വ്ലോഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു എനർജി തരും അങ്ങനത്തെ വീഡിയോസെല്ലാം. ഭയങ്കര കാമായിട്ട് നമ്മൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്താൽ അന്നത്തെ ദിവസം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇതുവരെ വീഡിയോസ് ചെയ്യാത്ത, 2 മാസത്തോളമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. ലിറ്ററലി വർക്ക് ചെയ്യാൻ മാത്രം ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ആലോചിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, എന്താ പറയുക, ഇനി കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെല്ലാം. സോ അതുകൊണ്ടാണ്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഫേസ് റിവീലിംഗ് പ്ലസ് Q&A പ്ലസ് ഗിവ് അവേ ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആ Q&Aയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റിലും ഇട്ടാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് Q&A ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്. അതിലെല്ലാവരും കമൻറ്റൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഗിവ് അവേയിൽ നമ്മൾ അയാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. സോ എല്ലാവരും പോയിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ Q&Aക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ 2025 ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ, എന്തെങ്കിലും 2026 പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ ഇതുവരെ ടൈം കിട്ടിയില്ല. ഇനി എനിക്ക് തോന്നുന്നില്ല ഞാനത് ഈ ഒരു ഡിസംബർ ലാസ്റ്റിൽ ചെയ്യുമെന്നോ എനിക്ക് തോന്നുന്നില്ല. വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ വിഷൻ ബോർഡൊന്നും ചെയ്തിട്ടില്ല, ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കണമെന്നുണ്ട്. മാത്രമല്ല ഞാൻ ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ ഷെഡ്യൂൾ കറക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുമാത്രമല്ല, ഞാനിപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റ് എല്ലാം ട്രൈ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബ് ഷോർട്സിൽ പോയാൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ അത് ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരണം. ഇൻസ്റ്റഗ്രാമിൽ അയച്ചാൽ മതി. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ചെയ്ത ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എല്ലാം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ മെയിനായ പരിപാടി എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്, പിന്നെ ഒരു അൺബോക്സിങ് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തീർക്കണം എന്നുള്ളൊരു പ്ലാനാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. പിന്നെ ചെയ്യുന്നത് ക്രോഷയാണ്. അപ്പോൾ ക്രോഷ
നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഞാൻ ഈ 2025 ക്രോഷ്യ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കാണുന്ന ഞാനിവിടെ സൈഡിൽ കൊടുത്ത ഈ ഒരു ബ്ലാങ്കറ്റാണ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ദിവസമായി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പയ്യെ പയ്യെ സമയം കിട്ടുമ്പോൾ ചെയ്യാണ്. മോർണിംഗിലൊക്കെ ക്രോഷ്യ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്, ഭയങ്കര കാം ആൻഡ് സാറ്റിസ്ഫൈങ് ആയതുകൊണ്ട് തന്നെ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ക്രോഷ്യ സാധനങ്ങൾ കസ്റ്റമൈസ് ആയിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എൻ്റെ ആൽബാസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാനിപ്പോൾ ഓൾറെഡി ഒരുപാട് ക്രോഷ്യ ഐറ്റംസൊക്കെ സോൾഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും പോയി നോക്കുക. കസ്റ്റമൈസ് ആയിട്ടാണ് അധികം ചെയ്യുന്നത്. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ക്രോഷ്യനെ കുറിച്ചിട്ടുള്ള ക്രോഷ്യ ഇഷ്ടമുള്ളവരുണ്ട്, പക്ഷെ അത് എത്രത്തോളം എൻ്റെ ചാനലിലുണ്ടെന്ന് എനിക്കറിയില്ല. സോ ക്രോഷ്യ ഇഷ്ടമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, നമുക്ക് പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു ട്യൂട്ടോറിയലൊക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ചെയ്തത്. ഇനി ഞാൻ നെക്സ്റ്റ് പരിപാടി നോക്കുകയാണ്. അപ്പോൾ എനിക്ക് രാവിലെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിച്ച സാധനം തന്നെയാണ്. ഇപ്പോൾ ഭയങ്കര വൈറലായി നിൽക്കുന്ന ഒരു ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ചീപ്പാണ്, അത്ര എക്സ്പെൻസീവ് അല്ല. അപ്പോൾ ഞാനത് ചീപ്പായതുകൊണ്ട് തന്നെ അത് അത്ര നല്ലതായിരിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷെ അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ബിഗിനർ ഫ്രണ്ട്ലി ട്രൈപോഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ബേക്കിംഗ് ചെയ്യുന്നത്. ഇതൊരു ടോബ്ലറോണിൻ്റെ ഒരു കേക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര നന്നായിട്ട് എനിക്കത് കിട്ടിയില്ല. കുറേ കുക്കാവാൻ തന്നെ ഒരുപാട് ടൈമൊക്കെ എടുത്തു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് റിയലി ഗുഡ്. ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ മറന്നുപോയി. വീഡിയോ എടുക്കണം, അതേപോലെ ഓരോ റെസിപ്പീസ് കാണിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ബേക്കിംഗ് അധികം ഞാൻ ചെയ്യുന്ന ഒരാളല്ല, കുക്കിംഗ് ചെയ്യുന്ന ആളാണ്, പക്ഷെ ബേക്കിംഗ് അധികം ചെയ്യുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു ഉച്ചയാവാനായിട്ടുണ്ട്, മോർണിംഗ് റൂട്ടീനൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ക്രോഷ്യയിലിരുന്ന് എന്തെങ്കിലും വലിയ പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ള് ക്രോഷ്യയാണ് ചെയ്യുന്നത്. അതൊരു ലഞ്ച് ടൈം വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ദിവസം വീട്ടിൽ നിൽക്കാൻ പോകുന്നില്ല, സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി തീർക്കാൻ പറ്റുന്നിടത്തോളം ഇത് തീർക്കുകയാണ്. ഇത് ആക്ച്വലി വലിയ ബ്ലാങ്കറ്റാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനൊരു വലിയ സൈസിലുള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഫ്ലോറിലോ അല്ലെങ്കിൽ ബെഡിലൊക്കെ ഇടാൻ പറ്റുന്ന ആ സൈസിലുള്ള ഒരു ബ്ലാങ്കറ്റാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറേ ചെയ്യാനുണ്ട്. ഒരുപാട് ടൈം എടുക്കും ഇത് ഫിനിഷ് ആവാൻ. ഞാനപ്പോൾ തിരിച്ച് കോളേജിൽ പോയാലും ഇത് ഫിനിഷ് ആവില്ല. സോ ഞാൻ നെക്സ്റ്റ് വെക്കേഷൻ വന്നിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കോളേജിലോട്ടിൽ എടുക്കേണ്ടിയൊക്കെ വരും. സോ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോർണിംഗിൽ ഞാൻ മെയിനായിട്ട് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ചെയ്യുന്നത്. പിന്നെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ നമുക്കിനി പ്ലാൻ ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് അതും ചോദിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ഇത്ര വലുതാക്കി എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിൽ 2% ആണ്, ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഗിവ് അവേൻ്റെ കാര്യം ആരും മറക്കണ്ട. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.